സോ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഇന്റലിജൻസ് തിയറീസ്, അതായത് ഇന്റലിജൻസിനെ പറ്റിയുള്ള വേരിയസ് ഡിഫറെൻറ്റ് തിയറീസ് ആണ്. ഓക്കെ, അപ്പം നമ്മൾക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഒരു 6 തിയറിയാണ്. യൂണിഫാക്ടർ തിയറി, ടു ഫാക്ടർ തിയറി, ട്രയാർക്കി തിയറി, മൾട്ടി ഫാക്ടർ തിയറി, ഗ്രൂപ്പ് ഫാക്ടർ തിയറി, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ആൻഡ് സ്ട്രക്ചർ ഓഫ് ഇന്റലിജൻസ്. സ്ട്രക്ചറിന്റെ സ്പെല്ലിംഗ് ഒന്ന് നോട്ട് ചെയ്യുന്നത്, സ്ട്രക്ചർ ഓഫ് ഇന്റലിജൻസ്. സോ ഇതാണ് നമ്മുടെ തിയറീസ്, ഇന്റലിജൻസിനെ പറ്റിയുള്ള തിയറീസ്. അപ്പോൾ ഈ ഒരു തിയറീസ് നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. സോ ഫസ്റ്റ് ഇസ് യൂണിഫാക്ടർ തിയറി. ഈ യൂണിഫാക്ടർ തിയറി എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അതിൽ പറയുന്നതെന്ന് വെച്ചാൽ, ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒറ്റ ഒരു ഫാക്ടറിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. സോ ഈ ഒരു തിയറി പ്രൊപ്പോസ് ചെയ്യുന്നത് ആൽഫ്രഡ് ബെനറ്റ് ആണ്. നമ്മൾ ആദ്യം ഇന്റലിജൻസിനെ ഡിഫൈൻ ചെയ്തപ്പോൾ നമ്മൾ ആൽഫ്രഡ് ബെനറ്റിന്റെ ഒരു ഡെഫിനേഷനും കണ്ടിരുന്നു ഇന്റലിജൻസിന്റെ. അപ്പം ആൽഫ്രഡ് ബെനറ്റ് ആണ് ആദ്യമായിട്ട് ഇന്റലിജൻസിനെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നതും, അതായത് അതിന്റെ കാരണം എന്താണ് എന്ന് പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, സോ യൂണിഫാക്ടർ തിയറിക്ക് വേറെ പല പേരുകളുണ്ട്. മോണോഫാക്ടർ തിയറി, യൂണിറ്ററി തിയറി, സിംഗിൾ ഫാക്ടർ തിയറി, മൊണാർക്കിക് തിയറി എന്നൊക്കെ പറയുന്നതെല്ലാം എന്താണ്? ഈ യൂണിഫാക്ടർ തിയറി തന്നെയാണ്. സോ ദിസ് തിയറി was the first theory proposed on intelligence and suggested that intelligence has only one factor. അതുകൊണ്ടാണ് യൂണിഫാക്ടർ എന്ന് പറയുന്നത്. ഇനി ഈ തിയറിയിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ദർ ഇസ് എ ടേം കോൾഡ് ഫണ്ട് ഓഫ് ഇന്റലക്ച്വൽ കോമ്പീറ്റൻസ്. അതായത് ഫണ്ട് ഓഫ് ഇന്റലക്ച്വൽ കോമ്പീറ്റൻസ് എന്ന് പറഞ്ഞ ഒരു എന്താ പറയാ, ദാറ്റ് ഇസ് ലൈക്ക് എന്താ നമ്മൾ പറഞ്ഞു വരുമ്പം ഒരു ഇന്റലക്ച്വൽ, നമുക്കൊരു എന്താ പറയാ ബുദ്ധിയുടെ ഒരു കോമ്പീറ്റൻസ് അല്ലെങ്കിൽ ബുദ്ധിയുടെ ഒരു ഫണ്ട് ഉണ്ട് നമ്മുടെ. ഫണ്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ എന്താ പറയുന്നത്, ഒരു പൈസയുടെ, ജനറലി നമ്മൾ മണി ടേംസിലാണ് പറയുന്നത്. അപ്പൊ ഒരു പൈസ നമുക്ക് അലോട്ടഡ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണിയെ കുറിച്ചാണ് പറയുന്നത് അല്ലെ, ഫണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് ഫണ്ട് അലോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ തന്നെ ഇന്റലക്ച്വൽ കോമ്പീറ്റൻസിന്റെയും ഒരു ഫണ്ട് എന്തുണ്ട്, എല്ലാ ഹ്യൂമൻ ബീങ്സിലും ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ഈ ഒരു ഇന്റലക്ച്വൽ കോമ്പീറ്റൻസിന്റെ ഫണ്ട് നമുക്ക് എത്രമാത്രം ആ ഒരു കോമ്പീറ്റൻസ് ഉണ്ടോ, ആ ഫണ്ട് ഉണ്ടോ, അത്രയും ആയിരിക്കും നമ്മുടെ ഇന്റലിജൻസ്. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, ഈ ഒരു ഇന്റലിജൻസ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതായത് എവറി ഏരിയ ഓഫ് ആക്ടിവിറ്റി നമ്മൾ എന്ത് ചെയ്താലും അതിൽ എന്തുണ്ട്, ഈ ഒരു ഫണ്ടിന്റെ, ഈ ഒരു ഇന്റലക്ച്വൽ കോമ്പീറ്റൻസിന്റെ ഫണ്ടിന്റെ, അതായത് പേഴ്സൺ ടു പേഴ്സൺ ഡിപ്പെൻഡ് ആയിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഫണ്ട്, അതിന്റെ സ്റ്റാമ്പ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ യൂണിഫാക്ടർ തിയറി എന്തിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഫണ്ട് ഓഫ് ഇന്റലക്ച്വൽ കോമ്പീറ്റൻസിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഫെയിൽ ആവാനുള്ള കാര്യങ്ങൾ എന്താണ്? ഇങ്ങനെ ഒരു സിംഗിൾ ഫാക്ടർ ആയിട്ട് നമ്മൾ പറയുമ്പോൾ അത് നമുക്ക് ഫുൾ ഇന്റലിജൻസിനെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മളിപ്പം പ്രാക്ടിക്കലി നോക്കുമ്പോൾ ചിലർക്ക് ചില കഴിവുകൾ കൂടുതലുണ്ട്, ചിലർക്ക് ചില കഴിവുകൾ ഇല്ല. എന്നാൽ ചില ഏരിയയിൽ അവർ നന്നായിട്ട് പെർഫോം ചെയ്യും. ഒരു ഇൻഡിവിജ്വലിനെ തന്നെ എടുത്താൽ ചില ഏരിയകളിൽ നല്ല പെർഫോമൻസ് കാണിക്കും, അതായത് ഇന്റലക്ച്വലി നല്ല കോമ്പീറ്റന്റ് ആയിട്ട് തോന്നും. എന്നാൽ ചില ഏരിയാസിൽ വളരെ മോശമായിട്ടും തോന്നും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ യൂണിഫാക്ടർ തിയറിക്ക് കഴിയുന്നില്ല. യൂണിഫാക്ടർ തിയറി പറയുന്നത് എന്താണ്, ഈ ഒരു ഫണ്ട് ഓഫ് ഇന്റലക്ച്വൽ കോമ്പീറ്റൻസ് ഉണ്ടെങ്കിൽ അത് എല്ലാ ഏരിയയിലും നമ്മൾ ചെയ്യുന്ന ഏത് കാര്യമാണോ എല്ലാ കാര്യത്തിലും ഈ ഒരു ഫണ്ടിന്റെ സ്റ്റാമ്പ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇന്റലിജൻസ്, അത്രയും ഇന്റലിജൻസ് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ഏരിയയിലും കാണിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷെ അത് ശരിക്കും പ്രാക്ടിക്കൽ ലൈഫിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഡ്രോബാക്ക് ആയിട്ട് വന്നു ഈ തിയറിയുടെ. പിന്നെ എന്താണ്, പിന്നെ പറയുന്നത് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു തിയറിയാണ്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു തിയറി കോംപ്ലക്സ് ആയിട്ടുള്ള ഹ്യൂമൻ ഇന്റലിജൻസിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. സോ ദിസ് ഇസ് അബൌട്ട് വാട്ട് യൂണിഫാക്ടർ തിയറി ഓഫ് ഇന്റലിജൻസ്.